നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. മുന്നത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? ഈ 2026 കറണ്ട് അഫയേഴ്സ് ഞാൻ ഇതുവരെ എടുത്തതെല്ലാം കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഓരോ ക്ലാസ് ആയിട്ട് കണ്ടു വന്നാൽ മതി. ഈ ക്ലാസിന്റെ ഒക്കെ PDF നോട്ട് നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് അത് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്ലാസിന്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. കൂടാതെ ഈ ക്ലാസ്സിൽ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് പോളിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്വിസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും യെസ് എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, അതിനുള്ള ഉത്തരം കൂടി താഴെ കമന്റ് ചെയ്തേക്കാം. ആദ്യത്തെ ചോദ്യം, 2027 അന്താരാഷ്ട്ര AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. AI ഇമ്പാക്ട് ഉച്ചകോടി 2027 വേദി ജനീവയാണ്. ജനീവ. ഭൗമസൂചിക പദവി നേടിയ പ്രശസ്തമായ ജോഹ അരി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? പ്രതീക്ഷിത ചോദ്യമല്ലേ. ഭൗമസൂചിക പദവി അഥവാ GI ടാഗ് നേടിയ ജോഹ അരി അസമിൽ നിന്നുള്ളതാണെന്ന് ഓർക്കുക. അസം. 2026 ഏപ്രിൽ മാസം നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണായി നിയമിതനാകുന്നത് ആര്? നിലവിലെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറിയാണ്. 2026 ഏപ്രിൽ മാസം 30 ഇദ്ദേഹം സ്ഥാനമൊഴിയുന്ന വേളയിൽ അശോക് കുമാർ ലാഹിരി ആയിരിക്കും നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നിധി ചിബ്ബർ ആണ്. നിധി ചിബ്ബർ ആണ് നിലവിലെ CEO. നിലവിലെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ലോക മലേറിയ ദിനം എന്നാണ്? വേൾഡ് മലേറിയ ഡേ എന്നാണ്. ഏപ്രിൽ മാസത്തിലെ ഒരു ഡേ തന്നെയാണ്. താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ടേ. അടുത്ത ചോദ്യം, 2026 ഏപ്രിൽ മാസം രാജ്യസഭാ സെക്രട്ടറിയായി ഉപരാഷ്ട്രപതി നിയമിച്ചത് ആരെയാണ്? രാജ്യസഭാ സെക്രട്ടറി ഡോക്ടർ KS സോമശേഖർ. ഡോക്ടർ KS സോമശേഖർ ആണ് രാജ്യസഭാ സെക്രട്ടറി. രാജ്യസഭാ സെക്രട്ടറി ആരാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. ഡോക്ടർ KS സോമശേഖർ. അടുത്ത ചോദ്യവും പ്രധാനപ്പെട്ടത്, 2025 കാൻ ചലച്ചിത്ര മേളയിലെ സമാന്തര വിഭാഗമായ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക ആരാണ്? കാൻ ക്രിട്ടിക്സ് വിഭാഗം കാൻ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പായൽ കബാഡിയെയാണ്. പായൽ കബാഡിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായിക കൂടിയാണ് പായൽ കബാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. എന്താണ് അന്ന് പഠിച്ച ചോദ്യം? 2024 കാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ചലച്ചിത്രമായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ രചനയും സംവിധാനവും ആരായിരുന്നു? പായൽ കബാഡിയ എന്ന ലേഡിയായിരുന്നേ. അപ്പൊ പറഞ്ഞ 5 ചോദ്യവും കിട്ടിയോ? ജനീവ 2027 അന്താരാഷ്ട്ര AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി. ഭൗമസൂചിക പദവി നേടിയ പ്രശസ്തമായ ജോഹ അരി അസമിൽ നിന്നുള്ളതാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനാകുന്നത് അശോക് കുമാർ ലാഹിരി. ഇമ്പോർട്ടന്റ് ചോദ്യം. ഡോക്ടർ KS സോമശേഖർ രാജ്യസഭാ സെക്രട്ടറി. പായൽ കബാഡിയ കാൻ ചലച്ചിത്ര മേളയുടെ സമാന്തര വിഭാഗമായ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക. കിട്ടിയല്ലോ? നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ലോക മലേറിയ ദിനം എന്നാണ്. താഴെ കമന്റ് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ VFA ബെഫ്കോ LD ബാച്ചിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. VFA ബെഫ്കോ LD കോംബോ ബാച്ച് ആണ്. മെയിൻസിന്റെ ക്ലാസ് ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്തോളാം. ഫീസ് 1999 മാത്രമേ വരുന്നുള്ളൂ. പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡ് ആണ്. പ്രിലിംസ് ഞാൻ 50 days ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻസിന്റെ ക്ലാസ് ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമുക്ക് പരീക്ഷ വരുന്നത് ഉടനെ തന്നെ പരീക്ഷ വരുന്നുണ്ട്. VFAയുടെയും ബെഫ്കോയുടെയും. അപ്പൊ ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് VFA ബെഫ്കോ LD. 2 പരീക്ഷയ്ക്കും വേണ്ടിയുള്ള ബാച്ചാണ്. അതുകൊണ്ട് തന്നെ 2 പരീക്ഷയുടെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും.
ഗൈഡൻസ് ഉള്ള ബാച്ചാണ്. നിങ്ങൾ ഒന്നും അറിയേണ്ട, കയറി പോന്നാൽ മതി. നമ്മൾ 20 ആഴ്ച കൊണ്ട് മെയിൻസ് സെറ്റാക്കി കൈ തരുന്നതായിരിക്കും. അപ്പോൾ പഠിക്കണ്ടേ, ജോലി വാങ്ങണ്ടേ? ഒരു സർക്കാർ ജോലി എന്നത് സ്വപ്നം മാത്രം കണ്ടാൽ മതിയോ? അത് യാഥാർത്ഥ്യമാക്കണ്ടേ? ഞാനൊരു സർക്കാർ ജോലി നേടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്തകൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ഞാനൊരു സർക്കാർ ജോലിക്കാരനാണ് അല്ലെങ്കിൽ ജോലിക്കാരിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഈ വർഷം ആകണം. അതിന് ഹർഷിതം എഡ്യൂടെക് ആപ്പ് എല്ലാ പിന്തുണയുമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കമ്പനി LGSന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്, പുതിയ ബാച്ച് മെയ് മാസം 4-ന് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതി സമയം കളയേണ്ട ആവശ്യമേ വരുന്നില്ല. ആ സമയം കൂടി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കമ്പനി LGS ഒക്കെ ധാരാളം വേക്കൻസീസ്, 3500-ലധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റാണ്. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കയ്യിലിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടെ കൂടിക്കോളാം. പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്, മെയിൻസ് എക്സാം കഴിയുന്നതുവരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഈ ഒരു വിവരം അറിയിക്കുക. LGS മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള കോച്ചിങ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർടെമിസ് ദൗത്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആർടെമിസ് ദൗത്യത്തെ കുറിച്ച് ക്ലാസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കുറെ വസ്തുതകളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർടെമിസ് 2 ദൗത്യം മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നാസയുടെ ദൗത്യമായിരുന്നു. ചന്ദ്രനിൽ ഇറക്കാൻ വേണ്ടിയിട്ടല്ല, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കിടന്നൊന്ന് ചുറ്റിയിട്ട് വരിക, അതായിരുന്നു ലക്ഷ്യം. ഇനി ഇറക്കാനുള്ള ദൗത്യം അടുത്തതായിട്ട് വരുന്നുണ്ട്. ആർടെമിസ് 3-ഉം ആർടെമിസ് 4-ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആർടെമിസ് 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ചന്ദ്രനെ ഭ്രമണം ചെയ്ത് സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തുക എന്നതാണ്. 10 ദിവസത്തെ ദൗത്യമായിരുന്നു. 2026 ഏപ്രിൽ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നാസയുടെ കൂടെ സഹകരിച്ച ഒരുപാട് ഏജൻസീസ് ഉണ്ടായിരുന്നു. JAXA, CSA മുതലായ ഒരുപാട് ഏജൻസീസ്, ഒരുപാട് സ്പേസ് ഏജൻസീസ് നാസയുടെ ഒപ്പം സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ആർടെമിസ് 2 ദൗത്യത്തില് 4 യാത്രികരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ വനിതയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, അതുകൊണ്ട് തന്നെ ചോദിക്കും. ചുവടെ തന്നിരിക്കുന്നതിൽ ആർടെമിസ് ദൗത്യവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ആർടെമിസ് ദൗത്യത്തിലെ യാത്രികർ ആരെല്ലാം അല്ലെങ്കിൽ അല്ലാത്തവർ ആരെല്ലാം, അതൊക്കെ ചോദിക്കും. ക്രിസ്റ്റീന കോച്ച് ആയിരുന്നു ഏക വനിത. 4 പേർ അടങ്ങിയ സംഘമാണ് പോയത് എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ വനിതയായിരുന്നു, ക്രിസ്റ്റീന കോച്ച്. ബാക്കി 3 പേർ ആരൊക്കെ? റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ജെറമി ഹാൻസൺ. 3 മെയിൽ, 1 ഫീമെയിൽ. അങ്ങനെ 4 യാത്രികരാണ് ആർടെമിസ് ദൗത്യത്തിൽ പോയിട്ട് വന്നത്. ആരൊക്കെയായിരുന്നു? റീഡ് വൈസ്മാൻ, ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, ജെറമി ഹാൻസൺ. ഗ്ലോവർ, കോച്ച്, വൈസ്മാൻ. നല്ല വയസ്സായിട്ടുള്ള ഒരു മാനെ വിട്ടു, ഹാൻസം ആയിട്ടുള്ള ഒരാളെ വിട്ടു. അപ്പൊ ഹാൻസൺ, വൈസ്മാൻ, ഗ്ലോവർ, നല്ല ഗ്ലോ ഉള്ള ഒരാളെയും വിട്ടു എന്ന് ഓർത്താൽ മതി. അപ്പൊ വയസ്സായിട്ടുള്ള ഒരാളെയും വിട്ടു, ഹാൻസം ആയിട്ടുള്ള ഒരാളെയും വിട്ടു, ഗ്ലോ ഉള്ള ഒരാളെയും വിട്ടു. പിന്നെ ഒരു ലേഡിയുടെ പേര് എന്തായാലും നിങ്ങൾ മറക്കത്തില്ലല്ലോ, ക്രിസ്റ്റീന കോച്ച്. ഇവർ 4 പേരുമാണ് ആർടെമിസ് ദൗത്യത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥം ചുറ്റി ഭൂമിയിൽ വിജയകരമായി തിരിച്ചെത്തിയത്. അപ്പൊ ആർടെമിസ് 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം, ആർടെമിസ് 1 ഉണ്ടായിരുന്നു. ആർടെമിസ് 1-ൽ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇതില് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ദൗത്യമായിരുന്നു. മനുഷ്യൻ പോയിട്ടുണ്ടായിരുന്നു. ആർടെമിസ് 2 ദൗത്യത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചന്ദ്രനെ ഭ്രമണം ചെയ്ത് സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തുക. ആർടെമിസ് 2 ദൗത്യത്തിലെ ഏക വനിതാ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? ക്രിസ്റ്റീന കോച്ച്. ഇനി ആർടെമിസ് 2 ദൗത്യത്തിനായി നാസ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ SLS എന്ന വിക്ഷേപണ വാഹനമാണ് ഉപയോഗിച്ചത്. സ്പേസ് ലോഞ്ച് സിസ്റ്റം. എന്നായിരുന്നു വിക്ഷേപണം? 2026 ഏപ്രിൽ മാസം 1-നാണ് വിക്ഷേപണം. ആർടെമിസ് 2 ദൗത്യത്തിലെ കമാൻഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വയസ്സായിട്ടുള്ള ആള് തന്നെയായിരുന്നു കമാൻഡർ, റീഡ് വൈസ്മാൻ. ഇനി ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നല്ല ഗ്ലോ ഉള്ള ആ വ്യക്തിയിലെ വിക്ടർ ഗ്ലോവർ. അദ്ദേഹം കറുത്ത വർഗക്കാരനായിരുന്നു. ദൗത്യത്തിലെ കമാൻഡർ ആരായിരുന്നു? റീഡ് വൈസ്മാൻ. കറുത്ത വർഗക്കാരൻ ആരായിരുന്നു? വിക്ടർ ഗ്ലോവർ.
നാസയെ കൂടാതെ ആർട്ടമിസ് 2 ദൗത്യത്തിൽ പങ്കാളികളായ ബഹിരാകാശ ഏജൻസികൾ, ഒരുപാട് ഏജൻസികൾ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചെണ്ണത്തിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കനേഡിയൻ സ്പേസ് ഏജൻസി CSA, ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി, JAXA എന്ന് പറയുന്ന ജപ്പാന്റെ സ്പേസ് ഏജൻസിയാണ്, ISA എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ, DLR മുതലായവ. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അത് CSA, ESA, JAXA, ISA, DLR മുതലായവയൊക്കെ നാസയെ കൂടാതെ ആർട്ടമിസ് 2 ദൗത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പൊ കിട്ടിയല്ലോ. SLS എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചിട്ടാണ് ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഇനി ആർട്ടമിസ് 2 ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർ സഞ്ചരിച്ച പേടകം ഇമ്പോർട്ടന്റ് ആണ്. ഓറിയോൺ എന്ന പേടകത്തിലാണ് ഇവർ സഞ്ചരിച്ചത്. ഓറിയോൺ എന്ന പേടകത്തിലാണ് ഇവർ സഞ്ചരിച്ചത് എന്ന് ഓർക്കുക. എന്ന് അവർ തിരിച്ചെത്തിയത് 2026 ഏപ്രിൽ മാസം 10-ന് 10 ദിവസത്തെ ദൗത്യത്തിനു ശേഷമാണ് ഇവർ തിരിച്ചെത്തിയത്. അപ്പൊ ആർട്ടമിസ് 2 ദൗത്യം ഏകദേശം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 10 ദിവസമാണ്. 2026 ഏപ്രിൽ മാസം 10-നാണ് ഇവർ തിരിച്ചെത്തിയത്. അമേരിക്കക്കാരനല്ലാത്ത ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഹാൻസം ആയിട്ടുള്ള വ്യക്തിയിലെ ജെറമി ഹാൻസൺ. ജെറമി ഹാൻസൺ ആണ് അമേരിക്കക്കാരനല്ലാത്ത ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ മനുഷ്യൻ. ആരാണ്? ജെറമി ഹാൻസൺ. ഇത് പോളിന്റെ രൂപത്തിൽ വേണോ ക്വസ്റ്റ്യൻസ്? നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോളിന്റെ രൂപത്തിൽ ക്യൂസായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ പറഞ്ഞാൽ മതി, നമുക്കത് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി നാസയുടെ ചാന്ദ്ര ദൗത്യത്തിന് ആർട്ടമിസ് എന്ന പേര് നൽകാനുള്ള കാരണം എന്തായിരുന്നു? ഗ്രീക്ക് പുരാണത്തിലെ ചന്ദ്രദേവതയുടെ പേരാണ് ആർട്ടമിസ്. അതുകൊണ്ടാണ് ആർട്ടമിസ് എന്ന് ഈ ചാന്ദ്ര ദൗത്യത്തിന് പേരിട്ടത്. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ആർട്ടമിസ് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് വന്നാലോ. ആർട്ടമിസ് 2 ദൗത്യത്തിനെ പറ്റി എന്തൊക്കെ നോക്കണം? ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ഓർക്കുക. ചന്ദ്രനെ ഭ്രമണം ചെയ്ത് സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തുക. ഏക വനിതാ ബഹിരാകാശ യാത്രിക ക്രിസ്റ്റീന കോച്ച് ആയിരുന്നു. ബാക്കി 3 പേർ ആരൊക്കെ? വൈസായിട്ടുള്ള ഒരു മാൻ ഉണ്ടായിരുന്നു, റീഡ് വൈസ്മാൻ. ഗ്ലോ ചെയ്തൊരു മാൻ ഉണ്ടായിരുന്നു, വിക്ടർ ഗ്ലോവർ. ജെറമി ഹാൻസൺ, ഹാൻസം ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇതില് റീഡ് വൈസ്മാന്റെ പ്രത്യേകത അദ്ദേഹമായിരുന്നു കമാൻഡർ. കറുത്ത വർഗ്ഗക്കാരനായിരുന്നു വിക്ടർ ഗ്ലോവർ. അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായിരുന്നു ഹാൻസൺ. ഇനി SLS എന്ന വിക്ഷേപണ വാഹനത്തെ ഉപയോഗിച്ചിട്ടാണ് ഈ ദൗത്യം എന്ത് ചെയ്ത് ലോഞ്ച് ചെയ്തത് 2026 ഏപ്രിൽ മാസം 1-ന്. പങ്കാളികളായ മറ്റേ ഏജൻസികൾ ഓർക്കുക. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കമ്പനി LGSന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചും കൂടി ഓർത്തോളൂ. ഇവർ സഞ്ചരിച്ച പേടകം ഓറിയോൺ എന്ന പേടകമാണ്. 10 ദിവസമാണ് ഈ ഒരു ദൗത്യം നീണ്ടു നിന്നത്. 2026 ഏപ്രിൽ മാസം 10-ന് ഇവർ തിരിച്ചെത്തി. ജെറമി ഹാൻസന്റെ കാര്യം പറഞ്ഞു. ആർട്ടമിസ് എന്ന പേര് നൽകാനുള്ള കാര്യം എന്താണ്? ഗ്രീക്ക് പുരാണത്തിലെ ചന്ദ്രദേവതയുടെ പേരായതുകൊണ്ടാണ്. ഇനി മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ദൗത്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ദൗത്യം ഏതാന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ഈ ആർട്ടമിസ് 2 ദൗത്യം തന്നെയാണ്. മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ദൗത്യം എന്ന റെക്കോർഡ് ആർട്ടമിസ് 2 ദൗത്യം തന്നെയാണ് സ്വന്തമാക്കിയത്. ആർട്ടമിസ് 1-നെ പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടമിസ് 1 വിക്ഷേപിച്ചത് 2022-ലാണ്. 2022 നവംബർ മാസം 16-നാണ് ആർട്ടമിസ് 1 ദൗത്യം വിക്ഷേപിച്ചത്. ലോക മലേറിയ ദിനം എന്നാണെന്നല്ലേ നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നത്? താഴെ കമന്റ് ചെയ്തോ? കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണേ. 2026 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർക്കുക. ഡ്രിവൺ ടു എൻഡ് മലേറിയ, നൗ വി ക്യാൻ, നൗ വി മസ്റ്റ്. ഡ്രിവൺ ടു എൻഡ് മലേറിയ, ഡ്രിവൺ ടു എൻഡ് മലേറിയ, നൗ വി ക്യാൻ, നൗ വി മസ്റ്റ് എന്നതാണ് 2026 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം. അടുത്തതും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന്റെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും ചോദ്യം വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല. ഓരോ ചോദ്യം വായിക്കുമ്പോഴും അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത്രത്തോളം ഫിൽട്ടർ ചെയ്താണ് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. യുനെസ്കോയുടെ 2027 ലോക പുസ്തക തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ മെഡലിൻ ആണ്. മെഡലിൻ, മൊറോക്കോയിലെ ഒരു നഗരമാണ് മെഡലിൻ. അപ്പൊ 2027 ലോക പുസ്തക തലസ്ഥാനം മെഡലിൻ, 2026 റബാത്ത്, 2025 റിയോ ഡി ജനീറോ ആയിരുന്നു ലോക പുസ്തക തലസ്ഥാനം. 2025 റിയോ ഡി ജനീറോ, 2026 റബാത്ത്, 2027 മെഡലിൻ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയി എന്ന് കരുതുകയാണ്. എന്റെ ക്ലാസ് പഠിക്കാൻ നിങ്ങൾ വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ക്ലാസ് ഇരുന്ന് തന്നെ ഞാൻ പഠിപ്പിച്ചേ വിടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെയും എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഓരോ കുട്ടികളും നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ പഠിച്ച ഓരോ കുട്ടികളും കയറി പോകുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്.
നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഫലം കിട്ടുന്നുണ്ടല്ലോ എന്ന സന്തോഷം. ഓക്കെ, അതിലൊരാളാവണ്ടേ നിങ്ങൾക്ക്? എന്നെ പോലെ തന്നെ സർക്കാർ ജോലി നേടി സർക്കാർ ഓഫീസിലെ രജിസ്റ്ററിൽ ഒപ്പിടണ്ടേ? കയറി പോന്നോളൂ, എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും, ഫുൾ സപ്പോർട്ട് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.